വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് collegemunshi.com. നമ്മളെ കേരളത്തിലെ സ്റ്റുഡൻസ് MBBS BDS കോഴ്സുകളിലേക്ക് കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് കർണാടക. നമുക്കറിയാം കർണാടകയുടെ MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തി വരുന്നത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KE ആണ്. KEയിൽ അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള സ്റ്റുഡൻസിന് അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഓപ്ഷൻ എൻട്രിയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ എൻട്രിയുടെ ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കോളേജിൽ നിങ്ങൾ ഓപ്ഷൻ എൻട്രി ചെയ്യണം, അതുപോലെ തന്നെ കർണാടകയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏതൊക്കെ സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേരളത്തിനെക്കാളും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് BDS പഠിക്കാനുള്ള ഓപ്ഷൻ കൂടെ കർണാടകയിൽ നിലവിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KEയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഓൺലൈൻ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനൊക്കെ തന്നെ ഓപ്ഷൻ എൻട്രിയുടെ സമയമായിട്ടുണ്ട്. നിങ്ങൾ അതിനു മുന്നേ തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്ലിപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ നിങ്ങൾക്ക് ഒരു സീക്രട്ട് കീ ഉണ്ടാവും. ആ സീക്രട്ട് കീ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരിക. ആ കാര്യം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ആ സീക്രട്ട് കീ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സ്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓപ്ഷൻ എൻട്രിയുടെ ഡേറ്റ് KEയുടെ ഭാഗത്ത് നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 20-ാം തീയതി തൊട്ടിട്ട് 22-ാം തീയതി വരെയാണ്, ഓഗസ്റ്റ് 22-ാം തീയതി വരെയാണ് ഓപ്ഷൻ എൻട്രി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുക. MBBS BDS കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മോക്ക് അലോട്ട്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അതായത് 25-ന് നിങ്ങൾക്കൊരു 25-ന് മോക്ക് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 25 തൊട്ടിട്ട് 27 വരെ നിങ്ങൾക്ക് ടൈം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതിയാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് KEയിൽ പേയ്മെന്റ് ചെയ്തിട്ട് KE ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസിൽ നിങ്ങൾ KEയിൽ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ KEയുടെ ഭാഗത്ത് നിന്ന് വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫീസ് കഴിഞ്ഞ വർഷത്തിനേക്കാളും റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആണ്. നമുക്ക് ചെറിയൊരു മാറ്റം മാത്രമേ KEയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഏകദേശം 11,97,000 ആയിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഫീസിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഏകദേശം 12,867,000 രൂപയാണ്. ഈ ഫീസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീസാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അതുകൂടാതെ കർണാടകയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4.5 വർഷത്തെ ഫീസ് മാത്രമേ നിങ്ങൾ കർണാടകയിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഏകദേശം 12 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇയർലി ഫീസ് ആയിട്ട് വരുന്നത്. അങ്ങനെ 4.5 വർഷത്തേക്കുള്ള പേയ്മെന്റ് മാത്രം നിങ്ങൾ MBBSൽ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ഫീസ്, ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീസാണ്. അതുകൂടാതെ നമുക്ക് മറ്റൊരു കോട്ട, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു കോട്ട എന്ന് പറയുന്നത് അതർ കോട്ട അല്ലെങ്കിൽ NRI കോട്ടയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് NRI കോട്ട അല്ലെങ്കിൽ NRI ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതർ കോട്ടയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതർ കോട്ടയുടെ ഫീസും അതുപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 28 ലക്ഷം തൊട്ടിട്ട് 35 ലക്ഷത്തോളമാണ് ഇയർലി ഫീസായിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരിക. അതുകൂടാതെ ഈ 12 ലക്ഷം മാനേജ്മെന്റ് കോട്ട ഫീസാണെന്ന് പറഞ്ഞു. അതിൽ ചില കോളേജുകളിൽ കുറച്ച് എക്സെപ്ഷണൽ കേസുകളുണ്ട്. അങ്ങനെയുള്ള കോളേജുകൾ പറയുകയാണെങ്കിൽ MS രാമയ്യ മെഡിക്കൽ കോളേജിന്റെ ഫീസ് ഇയർലി ഫീസ് വരുന്നത് ഏകദേശം 22 ലക്ഷത്തോളം രൂപയാണ്. 25 ലക്ഷത്തോളം രൂപയാണ് MS രാമയ്യയുടെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ കാജാബന്ധ നവാസ് മെഡിക്കൽ കോളേജിൽ 16 ലക്ഷത്തോളമാണ് വരുന്നത്. ആദിചുഞ്ചനഗിരി മെഡിക്കൽ കോളേജിൽ 22 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ SDM ധാർവാദിൽ 20 ലക്ഷത്തോളം രൂപയാണ് വരുന്നത്. സപ്തഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 22 ലക്ഷം രൂപയാണ്. ഡോക്ടർ ചന്ദ്രമാ ദയാനന്ദ സഹൽ 22 ലക്ഷം രൂപ. അതുപോലെ തന്നെ ശ്രീ മധുസൂദൻ സായി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത് 25 ലക്ഷം രൂപയാണ്. നമുക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ കർണാടക സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്ന മെഡിക്കൽ കോളേജുകൾ ഒന്നാണ് ശ്രീ മധുസൂദൻ സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതുപോലെ തന്നെ പെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം 2 പുതിയ മെഡിക്കൽ കോളേജിന് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. പെസ് യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ BGS മെഡിക്കൽ കോളേജിനുമാണ് ഈ വർഷം പുതുതായിട്ട് അപ്രൂവൽ ലഭിച്ചിട്ടുള്ള കർണാടകത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. ഈ 2 മെഡിക്കൽ കോളേജിലും ഫീസ് 22 ലക്ഷത്തോളം രൂപയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫീസ് കൂടുതലുള്ള കോളേജുകളൊക്കെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അതായത് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം നമുക്ക്. അതിനെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ കോളേജുകളൊക്കെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഈ കോളേജിലെ ഫീസുകളൊക്കെ തന്നെ സ്ലൈറ്റ്ലി അല്ല, നല്ലൊരു ഡിഫറൻസ് തന്നെയുണ്ട്. ഏകദേശം ഒരു 22 ലക്ഷത്തോളം രൂപയാണ് ഈ കോളേജുകളിലൊക്കെ തന്നെ വരുന്നത്.
ഇനി കർണാടകയിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള MBBS ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 80 ലക്ഷം രൂപയൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പാക്കേജ്. ഈ ഒരു ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ 80 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൗൺസിലിംഗ് സപ്പോർട്ടുകളും അഡ്മിഷൻ സപ്പോർട്ടുകളും ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി അടുത്ത BDSനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ BDSന്റെ ഫീസും ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ ഗവൺമെന്റ് ഫീസ് സ്ട്രക്ചർ ഏകദേശം BDSന് വരുന്നത് ഏകദേശം 96,000 രൂപയാണ് ഗവൺമെന്റ് ഫീസായിട്ട് വരുന്നത്. കർണാടക സ്റ്റുഡൻസിന് മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മാത്രം കോട്ടയാണ് അവർക്ക് 96,000 രൂപയോളമാണ് ഇയർലി ഫീസായിട്ട് വരുന്നത്. ഇനി നമുക്ക് അവകാശപ്പെട്ട സീറ്റുകൾ പ്രൈവറ്റ് കോട്ട സീറ്റുകളിൽ ഏകദേശം 7,45,000 രൂപയാണ് കർണാടകയിലെ ഡെന്റൽ കോളേജുകളിലെ ഫീസുകൾ വരുന്നത്. ഇനി അതർ കോട്ട ഫീസുകൾ ഏകദേശം 2,60,000 രൂപയോളമാണ് മിനിമം ഫീസായിട്ട് വരുന്നത്. അപ്പൊ ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് BDS കോഴ്സ് കർണാടകയിൽ പഠിച്ചിറങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീസ് ഏറ്റവും കുറഞ്ഞ ഫീസാണ് 10 ലക്ഷം രൂപ പറയുന്നത്. ഈ ഒരു ഫീസൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് BDS ചൂസ് ചെയ്യാവുന്നതാണ്, കർണാടകയിൽ പഠിക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ നോർമൽ ഫീസ് പറയുകയാണെങ്കിൽ ഏകദേശം 3,26,25,000 രൂപയാണ് ഇയർലി ഫീസായിട്ട് വരുന്നത്. അതുകൂടാതെ നമ്മൾ 5 വർഷത്തേക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 16 ലക്ഷത്തോളം അല്ലെങ്കിൽ 17 ലക്ഷത്തോളം രൂപയാണ് നമ്മുടെ കോളേജ് ഫീസ് മാത്രമായിട്ട് കേരളത്തിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ കർണാടക നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് 10 ലക്ഷം രൂപയുടെ സീറ്റുകളൊക്കെ തന്നെ 10 ലക്ഷം രൂപ 4 വർഷത്തെ ഫീസ് 10 ലക്ഷം രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ കർണാടക ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൗൺസിലിംഗ് സപ്പോർട്ടുകളും ഞങ്ങൾ നൽകുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് KA രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ കർണാടകത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ NRI കോട്ട MBBS നിങ്ങൾ കേരളത്തിൽ നോക്കി നിങ്ങൾക്ക് എലിജിബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കർണാടകയിൽ 1 CRന് പാക്കേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും നിങ്ങൾക്കുണ്ട്. അത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അങ്ങനെ ഒരു അവസരം കൂടെ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായും കർണാടകയിൽ MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സപ്പോർട്ട് ഞങ്ങൾ നൽകുന്നതായിരിക്കും. കൗൺസിലിംഗിന്റെ എല്ലാ പ്രൊസീജിയറിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക്